41 നാൾ വ്രതമെടുത്ത് ശരീരത്തെയും മനസ്സിനെയും പ്രകൃതിയോടിണക്കിയാണ് ഓരോ അയ്യപ്പനും മല കയറുന്നത്. ഏത് കടുത്ത പരിസ്ഥിതിയും കടന്ന് ശ്രീകോവിലിന് മുന്നിലെത്തുമ്പോൾ ലഭിക്കുന്ന ഒരു നിമിഷത്തെ ദർശനം മതി അവന് സാഫല്യമണയാൻ. എന്നാൽ സഹനം എന്നത് ഭക്തന്റെ കടമയായി കരുതി ചുമതലകളിൽ വീഴ്ച വരുത്തിയ അധികാരികളാണ് ശബരിമലയിലെ ദുരിതത്തിന് കാരണം. കൃത്യമായിട്ട് സജ്ജീകരണമൊന്നും ഇല്ലാത്ത പോലെ തോന്നി. കാരണം നമ്മൾ ഒരുപാട് നേരം മണിക്കൂറുകളോളം റോഡിൽ തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് 1 മണിക്ക് മുമ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിലയ്ക്കൽ വന്നിട്ട് നമ്മൾ യാത്ര ചെയ്ത വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കിയിട്ട് അവിടെ വേണ്ടത്ര KSRTC ഉപയോഗിക്കാതെ ഒരു ബസ്സിൽ തന്നെ 100ഓളം യാത്രക്കാരെ കുത്തി നിറച്ചിട്ട് ഈ പിള്ളേരും കൊണ്ട് ഇറങ്ങുന്നല്ലേ എത്ര അമ്മമാരോട് കുടുങ്ങി. ഞങ്ങൾക്ക് അറിയാൻ അനുഭവിച്ചത് എന്താണെന്നുള്ള ഒക്കെ പോട്ടെ. എരുമേൽ തന്നെ അവിടെ ഇറങ്ങുമ്പോൾ പെട്രോൾ തന്നെ ഫുള്ള് ചളിയാ. എത്ര കാലം ഇങ്ങനെ ₹7 പാർക്കിന് പൈസ ഉണ്ടെങ്കിലാണ് ഇപ്പോൾ കല്ല് വാങ്ങുന്ന സമയം കഴിഞ്ഞു. പിന്നെ ഞാൻ 26 വർഷം ഇവിടെ വരും. ഇത്രയും വൃത്തികേടായിട്ട് ഇവിടെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കുറഞ്ഞ സമയത്തിൽ ഇത്രയേറെ ആളുകൾ എത്തുന്ന ഇടം, പ്രകൃതി തന്നെ വെല്ലുവിളിയാകുന്ന സ്ഥലം. കൃത്യമായ നിയന്ത്രണങ്ങൾ നടപ്പാക്കി തീർത്ഥാടനത്തെ സുഗമമാക്കുക എന്നതാണ് ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും ജോലി. മറിച്ച് തിരക്കിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെയാണ് അധികൃതർ പ്രവർത്തിച്ചതും പ്രതികരിച്ചതും. ഇരുമുടിക്കെട്ട് എടുക്കാതെ തന്നെ വരുന്ന ഒരുപാട് ഭക്തന്മാരുണ്ട്. അതെല്ലാം അവിടെ തിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിട്ട്. അപ്പോൾ അതെല്ലാം സ്വയം ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടി ഭക്തർ കൂടി തയ്യാറാകുകയാണെങ്കിൽ ഇങ്ങനെ അവിടെ ഇരുമുടിക്കെട്ട് ആയി വരുന്ന ആളുകൾക്ക് ഉള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഒരു ഏകോപനവുമില്ലാതെയുള്ള തടഞ്ഞു നിർത്തലുകളിൽ വെള്ളമോ ഭക്ഷണമോ കിട്ടാതെ തീർത്ഥാടകർ അവശരായി വീണു. വാഹനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ മണിക്കൂറുകൾ കുടുങ്ങിപ്പോയ കുട്ടികളും പ്രായമായവരും. ഒരു വെള്ളം പോലും ഇത്ര നേരം കിട്ടിയിട്ടില്ല. ഒരു ബാത്റൂം ഇല്ല, ഒന്നുമില്ല. 50 ആളുകാരുടെ ബസ്സിലാണ് 250-300 ആളും പോയിക്കൊണ്ടിരിക്കുന്നത്. சின்ன குழந்தைகளுக்கெல்லாம் இங்க ப்ராப்பரான ஒரு வழிமுறையே இல்ல சாமி. എത്രയോ ദൂരത്തു നിന്നെത്തിയവർ തിരക്കിൽപ്പെട്ട് തളർന്ന് അയ്യനെ കാണാതെ മടങ്ങാൻ തീരുമാനിക്കുമ്പോൾ ചോദ്യമുന ദേവസ്വം ബോർഡിന് നേർക്കാണ്. കുടിക്കാൻ വെള്ളം കൊടുക്കുന്നില്ല. ഞങ്ങൾ അതുകൊണ്ട് എത്ര പറഞ്ഞിട്ടും വിടുന്നില്ല. ഇവിടെ തന്നെ നിർത്തുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ 61 സായിമാർ ജോലാർപ്പെട്ടെന്ന് പറഞ്ഞ സായിമാർ ഞങ്ങളൊക്കെ തിരിച്ചു പോവുകയാണ്. ഒരാൾ ഞങ്ങൾ നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരാൾ തലയിച്ച് വീണ് അയാളെ ഇടുക്കാൻ ഒരാളില്ല. തിരക്കിന് ആനുപാതികമായുള്ള പോലീസുകാർ തന്നെ ശബരിമലയിലില്ല. സന്നിധാനത്തും ശരണവഴിയിലുമെല്ലാം സേവന നിരതരായി എന്നും കണ്ടിരുന്ന സന്നദ്ധ സംഘടനാ പ്രവർത്തകരെ അകറ്റി നിർത്തിയതും പ്രശ്നങ്ങളുടെ ആക്കം കൂട്ടി. സ്വസ്ഥമായ ദർശനത്തിന് സൗകര്യമൊരുക്കിയില്ലെന്ന് മാത്രമല്ല, എത്തുന്ന തീർത്ഥാടകരെ പരമാവധി ചൂഷണം ചെയ്യാനും അധികൃതർ മടിക്കുന്നില്ല. പമ്പ സ്പെഷ്യൽ സർവീസുകൾക്ക് 25% അധിക നിരക്ക് ഈടാക്കുന്നുണ്ട്. ഭക്ഷണ സാധനങ്ങൾക്കും വെള്ളത്തിനുമെല്ലാം പലപ്പോഴും തോന്നിയ വില. എത്രയോ കോടി രൂപയുടെ വരുമാനമാണ് ഓരോ വർഷവും ശബരിമലയിലൂടെ ദേവസ്വം ബോർഡിന്റെ കൈകളിലെത്തുന്നത്. അതിന്റെ നിശ്ചിത ഭാഗം കൊണ്ട് കൃത്യമായ പ്ലാനിങ്ങോടെ കാര്യങ്ങൾ നടപ്പാക്കിയാൽ സുഗമമായ തീർത്ഥാടനം ശബരിമലയിൽ സാധ്യമാണ്. തിരക്കല്ല പ്രശ്നം, അത് മാനേജ് ചെയ്യാൻ അറിയാത്ത സംവിധാനമാണ് പ്രശ്നം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.